ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജുവിന് രാധികാമ്മയുടെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്നുള്ള തീരുമാനത്തിലായി. കാരണം പ്രേതത്തിൻ്റെ കൂടെ ഞാൻ കിടന്നോളാം എന്ന് രാധികാമ്മ പറയുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട്. അത് നന്നായി. എന്തായാലും എല്ലാ പ്രശ്നത്തിനും രാധികാമ്മ തന്നെ ഇങ്ങനെ മെനക്കെട്ടിട്ട് പരിഹാരം കാണുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അത് കേട്ടപ്പോൾ ഗോവിന്ദു സന്തോഷത്തോടെ പറയാണ്, ഇപ്പോഴെങ്കിലും നിനക്കെൻ്റെ അമ്മയെക്കുറിച്ച് നല്ലത് പറയാൻ തോന്നിയല്ലോ. ആ, സത്യം. ഈ അമ്മയെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഈ കുടുംബം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി രാധികാമ്മ ചെയ്യുന്നത് മഹാത്യാഗ. ഇതിനു മുമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച 2 പേരെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് മഹാത്മാഗാന്ധിയും മറ്റൊന്ന് മദർ തെരേസയും. ഇത്രത്തോളം ത്യാഗിക്കാനുള്ള മനസ്സ് അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി? ഗീതു പരിഹസിക്കുകയാണെന്ന് മനസ്സിലായെങ്കിലും ഗോവിന്ദ് കേൾക്കാൻ വേണ്ടിയിട്ട് രാധിക പറയുന്നുണ്ട്, അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ആ, അതെ അതെ അതെ, ഈ വിശാലമായ മനസ്സിന് മുന്നിലേ ഞാൻ നമിക്കുന്നു. ഗീതു ഗോവിന്ദ് കാണാൻ വേണ്ടിയിട്ട് കൂപ്പ് കൈയോടെ രാധികയുടെ മുന്നിൽ നിന്നിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ഐഡിയ എന്ന്. മുറിയിലെത്തിയ ശേഷം രാധിക ആകെ അസ്വസ്ഥയാണ്. അപ്പോൾ വരുണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇത്രയും വലിയൊരു കോംപ്രമൈസിന് തയ്യാറായത്? അല്ലാതെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? രാധിക തിരിച്ചു ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ തലയ്ക്ക് മുകളിൽ ഏതു നിമിഷവും പൊട്ടി വീഴാവുന്നൊരു വാള് വെച്ചിട്ടല്ലേ അവളുടെ കളി. നെറുകെ പിളർന്ന് ചാവാതിരിക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാ. അപ്പോൾ വരുണി ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്കൊക്കെ നമ്മൾ ഗീതുവിനെ പേടിക്കണോ? അത് കേട്ടപ്പോൾ രാധിക ദേഷ്യം വരികയാണ്. പേടിക്കാതെ, നമ്മളെ രണ്ടിനെയും ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള തെളിവ് അവളുടെ കയ്യിലുണ്ട്. ആ വീഡിയോ അത് ഗോവിന്ദിൻ്റെ മുന്നിൽ എത്തിച്ചാൽ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ എനിക്കറിയാം. അവളോട് ആ സമയത്തുണ്ടായ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണെന്നും, നീ പറഞ്ഞാൽ ഗീതുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്നും 2 ഡയലോഗ് പറഞ്ഞാൽ ഗോവിന്ദ് എന്നോട് ക്ഷമിക്കും. പക്ഷേ നീയും സുവർണയും എന്താ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്ത് ബോംബാടാ നീ അതിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വരുണാകെ പരിങ്ങലിലാവുകയാണ്. അമ്മ പറഞ്ഞതുപോലെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആ വീഡിയോയുടെ ഫുൾ വേർഷൻ എനിക്ക് വേണം. വരുണ് ശരിക്കും ഞെട്ടുകയാണ്. പേടിയോടെ അവൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിനാ ഇപ്പം ഇനി അത്? നീയും സുവർണയും പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയണ്ടേ? അതെനിക്ക് അയച്ചു തരാൻ ഗീതുവിനോട് തന്നെ പറയാം. അപ്പോൾ വരുണ് വേഗം പറയാണ്, ഇനിയിപ്പോൾ അവളുടെ മുന്നിൽ പോയി കെഞ്ചാനോ? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല. രാധിക ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. എനിക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഈ പ്രായത്തിൽ ജീവിക്കാൻ വേറെ പണിയൊന്നും അറിയില്ല. ഇത്രയും കാലം മഹാറാണിയായി ജീവിച്ചിട്ട് ഇനി നിനക്കൊക്കെ വേണ്ടി പിച്ചക്കാരിയായി മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ വീഡിയോയിൽ നീ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് അപകടമില്ലാത്ത രീതിയിൽ ആ പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ. വരുണാകെ സംശയത്തിലാവുകയാണ്. നിലനിൽപ്പിന് വേണ്ടി ഇനി അമ്മ എന്നെ തേക്കുവോ? വരുണ് ചെറുതായിട്ട് ശബ്ദം താഴ്ത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക ചോദിക്കുക, നിനക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയില്ലേ? പിന്നെ എന്തിനാ എൻ്റെ തണലിൽ നിൽക്കുന്നേ? സ്വയം രക്ഷിക്കാനും മുന്നോട്ടേക്ക് പോകാനും നീയും പഠിക്ക്. അപ്പോൾ വരുണ് ചോദിക്കുകയാണ്, ഒരു പ്രതിസന്ധി വന്നപ്പോൾ അമ്മ എന്നെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലേ? അപ്പോൾ രാധിക പറയുന്നുണ്ട്, കണ്ണന് മുന്നിൽ മരിക്കുന്നത് വരെ ഞാൻ സത്യസന്ധയായ അമ്മയായിരിക്കും. അതിനുവേണ്ടി നിന്നെ തള്ളിപ്പറയാനും എനിക്ക് മടിയില്ല. അപ്പോൾ വരുണ് ചിന്തിക്കുകയാണ്, രേഖ പറഞ്ഞാൽ ഗോവിന്ദേട്ടനും ഗീതവും എന്തും സമ്മതിക്കും. ഇനി അമ്മയെ അധികം നമ്പുന്നതും അപകടമാ. രേഖയെ കയ്യിലെടുത്താലേ ഇനി എനിക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ സ്വത്തുക്കളുടെ അവകാശവും അവൾക്കാണല്ലോ. വരുണിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് പോയിട്ട് ഡോറ് തുറക്കുകയാണ്. ആ സമയത്ത് കാഞ്ചനയാണ് വാതിലിന് മുട്ടിയത്. രഞ്ജു പാപ്പ ഇങ്ങോട്ടേക്ക് താമസം മാറി വരുന്നുണ്ട്. മാമിയുടെ ലഗേജ് എല്ലാം എടുത്തോ? അപ്പോൾ രാധിക ദേഷ്യത്തോടെ വരുണിനെ നോക്കുകയാണ്. അതിനുശേഷം വരുണും കാഞ്ചനയും കൂടെ രാധികയുടെ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും രഞ്ജുവിൻ്റെ വെയിറ്റുള്ള ബാഗും എടുത്ത് ലഗേജ് എടുത്തുകൊണ്ടാണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത്. രേഖയും രഞ്ജു ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരുണ് രേഖയെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ രേഖയെ ഇതുപോലെ ഭാരമുള്ള ലഗേജുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? ഞാൻ വരില്ലായിരുന്നു, എന്നോട് പറഞ്ഞാൽ പോരെ? അപ്പോൾ രാധികയ്ക്ക് മനസ്സിലായി മകൻ കളം മാറി ചവിട്ടുകയാണെന്ന്. രഞ്ജുവിനും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുണ് സ്നേഹത്തോടെ പറയാണ്, ഇത് ആരുടെ ആയാലും കുഴപ്പമില്ല, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പോഴേക്കും രേഖ അത് എടുക്കാൻ നോക്കുമ്പോൾ വീണ്ടും വരുൺ അവളെ തടഞ്ഞുകൊണ്ട് അവനത് എടുക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, അവളുടെ കയ്യിലും വെയിറ്റുള്ള ലഗേജാണ്, ഇതും കൂടെ വരുൺ സാർ തന്നെ എടുത്തോന്ന്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കാന്നാണ് പറഞ്ഞത്, ഇവിടെ നിൻ്റെ ജോലി സഹായിക്കാന്നല്ല, നീ പോയിട്ട് നിൻ്റെ കാര്യം നോക്ക്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, ലഗേജ് കൊണ്ടുപോകാനുള്ള മടിയല്ല മാമ, ആ റൂമിലുള്ള ആവിയെ പേടിച്ചിട്ടാ. എത്ര ഭീകരമായ ആവിയാണെങ്കിലും നിന്നെ കാണുമ്പോൾ പേടിച്ച് പോയിക്കോളും, ചെല്ല്. പക്ഷെ ആ റൂമിൽ താമസിക്കേണ്ടത് രാധിക മാമിയല്ലേ? ഒരു റൂമിൽ ഗോവിന്ദ് മാമൻ്റെ അച്ഛനും ഒരു റൂമിൽ ഗോവിന്ദ് മാമയുടെ അമ്മയും. കാഞ്ചനെ, രാധിക ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്. കണ്ടോ, അത് പറഞ്ഞപ്പോഴേ മാമിക്ക് ഭയം.
അപ്പം രഞ്ജു പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ്റെ അച്ഛനെ രാധികാമ്മ പേടിച്ചില്ലെങ്കിലും അമ്മയെ നന്നായിട്ട് പേടിക്കണം. അവർ വിശ്വരൂപം എടുത്തിട്ട് വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രഞ്ജു അത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ രാധികയുടെ മനസ്സിൽ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വിജയലക്ഷ്മി കയറി വന്ന ആ ഒരു ദിവസമാണ് ഓർമ്മ വരുന്നത്. അറക്കലേക്ക് കയറി വന്നപ്പോൾ തന്നെ വരുണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതും രാധികയോട് തട്ടിക്കയറിയതൊക്കെ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അവരുടെ മുഖത്ത് ആ ഒരു ദേഷ്യം കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പം രേഖയും ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടൻ്റെ അമ്മയുടെ ആത്മാവിനെ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പം കാഞ്ചനയാണ് പറയുന്നത്, അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് രണ്ടാമത്തെ ഭാര്യയോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ആദ്യത്തെ ഭാര്യ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഭർത്താവിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുത്തത്. അങ്ങനെ കഷ്ടപ്പെട്ട് മാറ്റിയെടുത്ത ആ ഭർത്താവിനെ തട്ടിയെടുത്ത രണ്ടാമത്തെ ഭാര്യയോട് ആ അമ്മയ്ക്ക് എന്തായാലും പകയുണ്ടാവും. പക്ഷെ രാധിക പൊട്ടിത്തെറിക്കുകയാണ്, എനിക്കാരെയും പേടിയില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ പേടിയുള്ള ആരും തന്നെ വരണ്ട, വരുണേ ആ ബാഗ് വാങ്ങിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അവിടുന്ന് പോവുകയാണ്. രഞ്ജുവിനത് കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പം രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പോയപ്പോൾ കാഞ്ചന സ്വയം പറയാണ്, ഇനിയുള്ള ഷണ്ട മാമിയും ആവിയും തമ്മിലായിക്കോട്ടെ. ഗീതുവിൻ്റെ മുറി പാസ് ചെയ്തിട്ടാണ് രാധികാമ്മ മുകളിലേക്ക് പോകുന്നത്. പിന്നാലെ തന്നെ ബാഗും ട്രോളിയും ഉന്തിക്കൊണ്ട് വരുണും പോകുന്നുണ്ട്. അപ്പം ഗോവിന്ദും ഗീതു ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല രാധിക കാണുന്ന സമയത്ത് ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, നീ നോക്കടി, രഞ്ജുവിനൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം മുറി പോലും ഒഴിവാക്കി കൊടുക്കാൻ രാധികാമ്മ തയ്യാറായി. അതാണ് ത്യാഗം. ശരിയാ, ഈ ത്യാഗത്തിന് ഒരു നൊബേൽ സമ്മാനെങ്കിലും കിട്ടേണ്ടതാ. ഗീതു പരിഹസിക്കുകയാണ്. അത് മനസ്സിലായിട്ടെന്നോണം ഗോവിന്ദ് പറയുന്നുണ്ട്, നീ നൊബേൽ സമ്മാനമൊന്നും കൊടുക്കണ്ട, അംഗീകരിച്ചാൽ മതി. ഞാൻ എപ്പോഴേ അംഗീകരിച്ചല്ലോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞപ്പോൾ അമ്മയുടെ ത്യാഗത്തിൻ്റെ ആ ഒരു വില എനിക്ക് മനസ്സിലായില്ല. നീ പരിഹസിച്ചതാണെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ ആ ലഗേജുമായിട്ട് പോകുന്ന കണ്ടപ്പോൾ അമ്മയുടെ വിശാല മനസ്സിനെ നമിച്ചു പോവുകയാണ്. അപ്പോൾ ഗീതു കേട്ടപ്പോൾ ഗീതുവിന് സഹിക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, അതെ, വെറുതെ നമിക്കണ്ട. രഞ്ജുവിനെ രാധികാമ്മയുടെ മുറിയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇളക്കി വിട്ടതാ. അപ്പോൾ ഗോവിന്ദ് അതിശയത്തോടെ നോക്കുകയാണ്. മാത്രമല്ല കണ്ണേട്ടൻ്റെ അടുത്ത് സെൻറ്റിമെൻറ്റ്സ് കാണിക്കാൻ കിട്ടുന്ന അവസരമാണെന്ന് കരുതി അവരതിൽ കയറി അങ്ങ് പിടിച്ചു. കണ്ണേട്ടനെ അമ്മ റൂമിൽ നിന്ന് മാറണ്ടെന്ന് പറയുമെന്ന് കരുതിയതാ, പക്ഷെ അവിടെ ചീറ്റിപ്പോയി. ഇങ്ങനെ സ്വയം കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് തന്നെ വീഴുന്നത് രാധികാമ്മയ്ക്കൊരു ശീലമായി. വീഴ്ത്തുന്നത് എൻ്റെയും. അപ്പോഴാണ് ഗോവിന്ദിന് മനസ്സിലായത് ഗീതു മനഃപൂർവ്വം രാധികാമ്മയ്ക്കിട്ട് പണി കൊടുത്തതാണെന്ന്. അവൻ ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നീ മനഃപൂർവ്വം അമ്മയ്ക്കിട്ട് പണി കൊടുത്തതാണല്ലേ? അത് ഈ വീട്ടിൽ കണ്ണേട്ടന് മാത്രം മനസ്സിലാവാത്തത്. എന്തു ചെയ്യാനാ, രാധികാമ്മയുടെ വളർത്തു ദോഷം. ഗോവിന്ദിനെ പുകഴ്ത്തും പോലെ പരിഹസിച്ചുകൊണ്ട് ഗീതു പോവുകയാണ്. അപ്പോഴാണ് ശരിക്കും ഗോവിന്ദിന് ഗീതു രാധികാമ്മയ്ക്കിട്ട് പണി കൊടുത്തതാന്നുള്ളത് ബോധ്യമായത്. രഞ്ജു ഫ്രഷായി ഉറങ്ങാൻ വേണ്ടി മുറിയിൽ വന്ന് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ധ്യാൻ്റെ 12 മിസ് കോൾ ഉണ്ട്. അങ്ങനെ പേടിയോടുകൂടിയാണ് ധ്യാനെ തിരിച്ച് വിളിക്കുന്നത്. കാരണം ഇത്രയും കോൾ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിന് അവന് ദേഷ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചപ്പോൾ തന്നെ ധ്യാൻ എടുക്കുകയാണ്. നീ ഇത് എവിടെയാണ് രഞ്ജു, എത്ര സമയമായി വിളിക്കുന്നു? ധ്യാൻ കുറച്ച് ചൂടായിട്ടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ഫോൺ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തായിരുന്നു ഇത്രയും അത്യാവശ്യമായിട്ട് വിളിക്കാൻ കാരണം എന്നൊക്കെ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ് അവൾ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പം ഇനി ഒരാഴ്ചത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. നീയല്ലേ പറഞ്ഞത് നാട്ടിലാണ് വർക്ക് എന്നുള്ളത്. അപ്പം അവൻ പറയുന്നുണ്ട്, ഒരാഴ്ച അവിടെ ട്രെയിനിങ് പീരീഡാണ്, അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്കിനി കാണാൻ സാധിക്കില്ലല്ലേ? രഞ്ജു സങ്കടത്തോടെ പറയാണ്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വന്നാലോ? ഇങ്ങോട്ടേക്കോ? ഇങ്ങോട്ടേക്കൊന്നും വരണ്ട, ഇതൊരു കൂട്ടുകുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് രഞ്ജു അതിനെ തടയാണ്. മാത്രമല്ല നമുക്ക് പുലർച്ചെ പോകുന്ന നേരത്ത് വീഡിയോ കോൾ ചെയ്ത് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഗോവിന്ദ് ആകെ സങ്കടത്തിലാണ് ഉറങ്ങാൻ വേണ്ടി വരുന്നത്. ഗീതു ബെഡ്ഷീറ്റൊക്കെ മുട്ടി വിരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, മുഖത്തെന്താ ഒരു ശോകം? അത് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് ഓർത്തുപോയി. അതിനുശേഷം സങ്കടത്തോടെ അവൻ പറയാണ്, അപ്രതീക്ഷിതമായിരുന്നു അച്ഛൻ്റെ മരണം. അതിനുശേഷം എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഇനി ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് തള്ളി നീക്കിയ നാളുകൾ. ഒരു കൗമാരക്കാരന് ചെയ്യാവുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. രാധികാമ്മയുടെ പിന്തുണയും പ്രിയമോളുടെ പുഞ്ചിരിയും മാത്രമായിരുന്നു എൻ്റെ മൂലധനം. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്കറിയാലോ കണ്ണേട്ടാ, നിനക്കറിയാത്ത പലതും ഉണ്ട് ഗീതു, ഒരുപാട്. വയറു നിറയെ ആഹാരവും കയറിക്കിടക്കാൻ ചോർന്നൊലിക്കാത്തൊരു വീടും അതുമാത്രമായിരുന്നു അന്നത്തെ സ്വപ്നം. അവിടുന്നാണ് ഞാൻ എൻ്റെ പോരാട്ടം തുടങ്ങിയത്. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദ് പറയുന്നത്. അത് കേട്ടപ്പോൾ ഗീതുവിന് സങ്കടമാവുകയാണ്. കണ്ണേട്ടൻ്റെ ആ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. ഇടയ്ക്കിടെ ഈ വിഷമങ്ങൾ എന്നോട് പറയല്ലേ, എനിക്കിത് സഹിക്കാനാവുന്നില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഓർമ്മകൾ എന്നും ഉണ്ടാവണം ഗീതു, നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഇതൊക്കെ തുറന്നു പറയുന്നേ? അപ്പോൾ ഗീതു സ്നേഹത്തോടെ അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് പറയാണ്, എനിക്ക് കണ്ണേട്ടൻ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അത് കേട്ടപ്പോൾ ഗോവിന്ദിന് കുറച്ചൊരു സമാധാനം തോന്നുന്നുണ്ട്. താങ്ക്സ് എന്നെ കേൾക്കാൻ തയ്യാറായതിന്. അതിനുശേഷം ഗോവിന്ദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, രാധികാമ്മ എനിക്ക് സഹിച്ചില്ല. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് കണ്ണേട്ടൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഭാഗമാണോ?
ഞാൻ സംശയിച്ചതുപോലെ കണ്ണേട്ടൻ്റെ മനസ്സിലും എന്നോടുള്ള പ്രണയം ഒളിച്ചു വെച്ചിട്ടുണ്ടാവോ? അത് പറയാനായിരിക്കോ ഇത്രയും ആമുഖം? ഗീതു ചെന്ന് നോക്കുന്ന സമയത്ത് ഗോവിന്ദ് കണ്ണടയൊക്കെ മാറ്റിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു സമാധാനിപ്പിക്കുന്നുണ്ട്. കണ്ണേട്ട എന്താ ഇത്? ഗോവിന്ദ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയാണ്. അത് കണ്ട് ഗീതു കണ്ണീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നേ? ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? ഗീതു സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, രാധികാമ്മ സ്വന്തം മുറിവിട്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഗീതു ശരിക്കും ഞെട്ടിപ്പോവാണ്. ഇതായിരുന്നു ഇവൻ ഇത്രയേറെ കരയിപ്പിച്ചതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കണ്ണീരോടെ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ വീട് വെച്ചതിന് ശേഷം രാധികാമ്മ ആ മുറിയിലല്ലാതെ വേറെ എവിടെയും കിടന്നുറങ്ങിയിട്ടില്ല. ഗീതുവിന് ശരിക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓ ആ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ശബ്ദം എടുക്കുകയാണ്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഓരോ തവണയും ഗോവിന്ദ് പ്രണയം പറയാൻ ശ്രമിക്കുകയാണെന്ന് കരുതുമ്പോഴൊക്കെ ഇങ്ങനെ രാധികാമ്മയുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ പറഞ്ഞ് അത് അവനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിരിച്ചു വെച്ച ബെഡ്ഷീറ്റൊക്കെ ഗീതു വലിച്ച് മാറ്റുകയാണ്. ഗീതു നിനക്ക് എന്താ പറ്റിയത്? എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗീതു ആ ബെഡ്ഷീറ്റൊക്കെ വലിച്ചെറിയാണ്. തൊട്ടു പോവരുത് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതു മനസ്സ് കൈവിടാതെ സൂക്ഷിക്കണം. എന്താ നിനക്ക് പറ്റിയത്? ഗീതു ഇങ്ങനെ ദേഷ്യത്തോടെ ഗോവിന്ദിനെ നോക്കുകയാണ്. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഞാൻ രാധികാമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മ വന്ന് കാണുമല്ലേ? നീ ഇങ്ങനെ ഇമോഷണൽ ആവാതിരിക്കേ. അപ്പം ഗീതു പറയുന്നുണ്ട്, നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അമ്മയുടെ അസുഖം മാറിയിട്ട് പറയാമെന്ന് കരുതി മാറ്റി വെച്ചതാ. പക്ഷേ ഈ സ്വഭാവം തുടരാനാണ് തീരുമാനമെങ്കിൽ ഒരു കാലത്തും ഞാനത് പറയില്ല. ഗോവിന്ദിനെ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ ഗീതു പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഗോവിന്ദിനെ ഗീതു തട്ടുന്ന സമയത്ത് അവൻ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അവൻ വിചാരിക്കുകയാണ്, എന്തായിരിക്കും അവൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം? എന്നോടുള്ള പ്രണയമായിരിക്കോ? ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ അവൾ പറയാതിരിക്കോ? ഗീതു പിന്നാലെ വിളിച്ചുകൊണ്ട് ഗോവിന്ദ് പോവാണ്. ഗീതു ബാൽക്കണിയിൽ പോയിട്ട് ദേഷ്യത്തോടെ പിറുപിറുക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും രാധികാമ്മ രാധികാമ്മ രാധികാമ്മ. ഈ മനുഷ്യൻ ഒരു കാലത്തും നന്നാവില്ല. ഗീതുവിന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നാലെ വന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗീതു അവിടെ ദേഷ്യത്തോടെ നിൽക്കുന്ന കാണാണ്. അവൻ പേടിയോടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഗീതു. ഗീതു ദേഷ്യത്തോടെ നോക്കുകയാണ്. സോറി, ചൂടാവരുത്, ഞാൻ കാത്തിരിക്കുക. എന്തിന്? ഗീതു തിരിഞ്ഞു നോക്കുകയാണ്. അല്ല, ആൻറ്റിയുടെ അസുഖം മാറിയിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുക. പിന്നെ ഗോവിന്ദ് പ്രണയത്തോടെ പറയാണ്, പറയാനുള്ളത് എന്നോട് തുറന്നു പറയാം, സൗകര്യം പോലെ മതി. അപ്പം ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആദ്യേ കണ്ണേട്ടൻ നന്നാവ്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞു മതി. ഞാൻ നന്നായിക്കോളാം, ഈ സ്വഭാവം ഞാൻ മാറ്റിക്കോളാം. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, എങ്ങനെ മാറ്റും? അല്ല, ഞാൻ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഇമോഷണൽ ആവുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പഴയ അനുഭവങ്ങൾ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കില്ല. അപ്പോൾ ഗീതു കൈകെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, സത്യമാണോ കുഞ്ഞേ? ആ, നിന്നാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ തലയെ കൈവെക്കാൻ പോകുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ആ വേണ്ട വേണ്ട വേണ്ട, തലയെ തൊട്ടുള്ള സത്യം ഒന്നും ചെയ്യൽ വേണ്ട. അച്ഛൻ ഈ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അമ്മയുടെ തലയെ തൊട്ട് കള്ളസത്യം ചെയ്തതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ അസുഖം വന്നേ. അപ്പം ഗോവിന്ദ് ഇമോഷണലായിട്ട് പറയുന്നുണ്ട്, നിന്റെ തലയെ തൊട്ട് ഞാൻ ഒരിക്കലും അസത്യം പറയില്ല ഗീതു. അത് ഗീതുവിന് വിശ്വാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഗോവിന്ദ് പ്രണയത്തോടെ പറയുന്നുണ്ട്, പകൽ മുഴുവൻ കഷ്ടപ്പെട്ടതല്ലേ, സമാധാനത്തോടെ ഉറങ്ങ്, ഞാൻ പോയി ബെഡ് വിരിക്കാം. വീണ്ടും തിരിച്ചു വന്ന് ഗീതുവിനോട് പറയുന്നുണ്ട്, പിന്നെ പറയാനുള്ളത് എന്തായാലും പറയണം, പതുക്കെ മതി, ഞാൻ പോയി ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടി ഗോവിന്ദ് പോവാണ്. ആ സമയം ഗീതു ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ളതുപോലെ കണ്ണേട്ടൻ്റെ മനസ്സിലും പ്രണയം ഉണ്ടാവുമോ? ഈ വെപ്രാളം കാണുമ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് ഞാനാ. പക്ഷേ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഗോവിന്ദ് മുറിയിലെത്തിയിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. പക്ഷെ അവൻ ഷീറ്റ് വെച്ചത് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ കൂടെ ഷേരു കളിക്കും പോലെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗീതു മുറിയിലേക്ക് വന്ന സമയത്ത് അവൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്? ഇങ്ങനെ വിരിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പില്ലോ എടുത്തിടുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ഇങ്ങനെ വിരിച്ചാൽ രാവിലെ വരെ നിന്ന് കണ്ണേട്ടൻ ബെഡ്ഷീറ്റ് വിരിക്കേണ്ടി വരും. ഹോ, ഇതൊക്കെ ദിവസവും വിരിക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം, ഇതൊക്കെ ഒരു കഴിവ് തന്നെ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇതൊക്കെ കുറച്ച് ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാന്നേ ഉള്ളൂ. അതിനുശേഷം അവൾ ആ ബെഡ്ഷീറ്റ് നേരെയാക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, അതെ അതെ, ഭൂമിയോളം ക്ഷമയുള്ളവളായിരുന്നല്ലോ നേരത്തെ ഇതൊക്കെ വലിച്ചു പറിച്ച് ദൂരത്തോട്ട് വലിച്ചെറിഞ്ഞത്. ഗീതു ചമ്മിയിട്ട് ഗോവിന്ദിനെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.